ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു അമ്പലത്തിൽ പോവുകയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇന്ന് അവിടെ ഒരു വിശേഷമുണ്ട്. ആമിമോളുടെ ഇന്ന് ചോറൂണാണ്. എല്ലാവരും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം സമയം ഒരു 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. കടകളൊന്നും തുറന്നിട്ടില്ല. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 8:30 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണം. കാരണം അവിടെ 8:30 ആകുമ്പോഴത്തേക്ക് അവരെല്ലാവരും അവിടെ എത്തും. പിന്നെ 9 മണിക്കാണ് ചോറൂണും തുലാഭാരവും ഒക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ എത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ തിരക്കുണ്ടോ എന്ന്. അങ്ങനെ ഇപ്പം നമ്മൾ 8 മണിയാവാറായിട്ടുണ്ട്. കൊട്ടാരക്കര എത്തി. ഇപ്പം 8 മണിയൊക്കെ ആവാറായതല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുറേ കടകളൊന്നും തുറക്കാറില്ല. ഇപ്പം നമ്മൾ ഗണപതി അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങെത്തി. 8:30 മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങെത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 8 മണിയായപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇത്ര നേരത്തെ എത്താനും കാരണം രാവിലെ ആയതുകൊണ്ട് വലിയ വണ്ടികളുടെ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ റോഡിലൊക്കെ ഭയങ്കര തിരക്കല്ലേ, നമ്മൾ ഓടി വരാനും പാടാണ്. ഇത് പിന്നെ വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടിയെത്തി. ഇത് അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. അവിടെയാണ് വണ്ടി ഇടാൻ പോവുകയാണ്. പാർക്കിംഗ് ഏരിയയിലെല്ലാം ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. എങ്കിലും ഞായറാഴ്ചത്തെ പോലെ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. എങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരെ കണ്ടില്ലായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചപ്പം അവരവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അവിടെ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോവിലിലേക്ക് പോകാൻ വേണ്ടി നടന്നപ്പോഴാണ് അവർക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞത്. അവർ രാവിലെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ മാത്രമേ ചായ കുടിച്ചോളൂ. മക്കൾ രാവിലെ എണീറ്റിട്ട് ചായയൊന്നും കുടിച്ചില്ല. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ പുറവശത്ത് തന്നെയാണ് ഹോട്ടൽ. അപ്പോൾ അവർക്ക് അവിടെ നിന്നൊരു ചായയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് കോവിലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കോവിലിൻ്റെ അടുത്തേക്ക് വന്നു. കോവിലിന് വെളിയിലായിട്ട് ഒരു സ്റ്റേജുണ്ട്. അതിൻ്റെ അവിടെ വലിയൊരു ഹാളാണ്. ആ സ്റ്റേജിൻ്റെ അടുത്ത് അത് അന്നദാനമൊക്കെ നടത്തുന്ന ഒരു ഹാളാണ്. അവിടെ ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ അവിടെ ഇവിടെയായിട്ട് കസേരകളൊക്കെ ഉണ്ട്. നിൽക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുക അവിടെ. അത്രയ്ക്ക് നല്ല ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള ഒരു ഹാളാണ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, അവർ വരുന്നത് നോക്കി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാണുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ കൗണ്ടറും പിന്നെ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള കടയുമാണ്. അതും ഈ കോവിലിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് അതുള്ളത്. അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ചിറയാണ്, അമ്പലത്തിൻ്റെ ചിറയാണ്. എല്ലാവരും ചിറയിലിറങ്ങി കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. അവരാരും വന്നിട്ടില്ലല്ലോ, അന്നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യുമല്ലേ. ചിറയിലിറങ്ങി മീനെയൊക്കെ ഒന്ന് കാണാം, കാലൊക്കെ കഴുകിയിട്ട് കയറി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചിറയുടെ അടുത്തേക്ക് പോയതാണ്. ചിറയിൽ നിറയെ ആമ്പലാണ് കിടക്കുന്നത്. വെളുത്ത ആമ്പലാണ്, അത് പൂത്ത് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നിറയെ മീനുകളും ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട്.
അവിടെ ഇറങ്ങിയപ്പം ഈ വെള്ളം കയറി കിടക്കുന്ന കുറച്ച് ഭാഗത്തൊക്കെ നല്ല പായലുണ്ട്. നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ കാല് വഴുക്കും. അതുകൊണ്ട് നമ്മളത് അവിടെ ഇറങ്ങിയില്ല. അവിടെ വരുന്ന ഭക്തജനങ്ങളെല്ലാം ഈ മീനിന് അരിയും മലരും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് മീൻ ഇങ്ങനെ നമുക്ക് കാണത്തക്ക രീതിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പടിയിൽ നിൽക്കുമ്പം തന്നെ പടിയിലോട്ട് മീനിങ്ങനെ കയറി കിടക്കുവാണ്. കണ്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് മീനുകളുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആ പായലില്ലാത്ത ആ പടിയിലോട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പേടിയാണ്, കാരണം വഴുക്കുമെന്നൊരു പേടിയുണ്ട്. ചേട്ടൻ തമ്പുരുവിനെ പിടിച്ചാണ് ഇറക്കിയത്. അതിനുശേഷം നമ്മൾ കോവിലിനകത്ത് കയറി. ഇതാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. അതിൻ്റെ നടയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അനിലയൊക്കെ എത്തി. ഞങ്ങൾ തൊഴാൻ കയറിയില്ലായിരുന്നു, അവർ വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കാത്തു നിന്നത്. നമ്മൾ നോക്കിയപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അവരെത്തി. ഇനി നമ്മൾ തൊഴാനുള്ള സമയമില്ല, കുഞ്ഞിന് ചോറൂണ് റെഡിയാക്കണം. അതുകൊണ്ട് ആദ്യം മോളെ ഇവിടെ ചിറയിൽ കൊണ്ടുപോയി ഒന്ന് വെള്ളമൊക്കെ കുടഞ്ഞു കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അതിനുശേഷം അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി നേരിയതൊക്കെ ഉടുപ്പിച്ചു കൊടുത്തു. നേരിയത് കൊടുത്താണല്ലോ ചോറൂണിന് ഇരുത്തുകയും പിന്നെ തുലാഭാരം നടത്താൻ അവിടെ കിടത്തുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു നേരിയത് വാങ്ങിയിരുന്നു. നേരിയതോ വെള്ളത്തോർത്തൊക്കെ ഉടുക്കാം. ഇപ്പം നമ്മൾ കുഞ്ഞ് നേരിയതാണ് വാങ്ങിയത്. അതിനെ അവൾക്ക് ഇങ്ങനെ ഉടുത്തു കൊടുത്തു. ഉടുത്തായിരിക്കില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സൈഡിലോട്ട് പിടിച്ച് കെട്ടിവെച്ചു. കുഞ്ഞിനെ അമ്മയുടെ മടിയിലിരുത്തിയാണ് ചോറ് കൊടുത്തത്. ഇലയിൽ വെള്ളച്ചോറ്, പായസച്ചോറ്, പിന്നെ ഉപ്പും മുളകും, തേൻ, ഇത്രയാണ് അവിടുന്ന് തന്നത്. അപ്പോഴതെല്ലാം അതിൽ നിന്നെല്ലാം കുറേശ്ശെ അവളുടെ വായിൽ അമ്മ വെച്ച് കൊടുത്തു. അതിനുശേഷം അനിലയും കൊടുത്തു. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാവർക്കും കൊടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം തേൻ തൊട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും തേൻ തൊട്ട് കൊടുത്തു. ചോറൂണ് കഴിഞ്ഞ ഉടനെ തുലാഭാരം നടത്തി. ഉണ്ണിയപ്പത്തിലായിരുന്നു തുലാഭാരം. ഒരുപാട് കുട്ടികൾക്ക് തുലാഭാരം നടത്തുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ആമി കരഞ്ഞതേയില്ല, അവൾ മിണ്ടാതെ കിടന്നതേ ഉള്ളൂ.
ചോറൂണും തുലാഭാരവും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചാണ് അമ്പലത്തിൽ മോളെയും കൊണ്ട് തൊഴാൻ കയറിയത്. അകത്ത് കയറി തൊഴുത് ഇറങ്ങിയതിന് ശേഷം അവിടെ കുറേ നേരം എല്ലാവരെയൊക്കെ കണ്ടുകൊണ്ട് അവിടെ കുറച്ച് നേരം നിന്നു. നമ്മൾ ഉണ്ണിയപ്പത്തിലാണ് തുലാഭാരം നടത്തിയത്. അതുകൊണ്ട് അതിൻ്റെ പ്രസാദം ഉണ്ണിയപ്പം കുറച്ച് തന്നു. പിന്നെ അല്ലാതെ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം വാങ്ങുകയും ചെയ്തു. അപ്പോഴും നമ്മൾ അവിടെ ഇരുന്ന് ഇത് തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം പ്രസാദം തന്നതും അല്ലാതെ ഉണ്ണിയപ്പമൊക്കെ എല്ലാവർക്കും കൊടുത്തു. നമ്മളും ഇവിടെ ഇരുന്ന് കഴിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി വെളിയിലിറങ്ങി എല്ലാവർക്കും കാപ്പിയൊക്കെ കുടിക്കണം. ഇത് കണ്ടോ, 2 സെറ്റ് സാരി ഒരേപോലെ ഡിസൈനുള്ള. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കണിക്കൊന്നയാണ്. വിഷുവിന് അനില വാങ്ങിയതാണ്. 4 എണ്ണം വാങ്ങിയിരുന്നു. ഇപ്പോൾ ഇവർ 2 പേര് മാത്രമേ ഉടുത്തുള്ളൂ. ഞങ്ങൾക്ക് ഉടുക്കാൻ കഴിഞ്ഞില്ല. അനിലയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും എനിക്കും വാങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങൾ ദൂരെയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കയ്യെ കിട്ടിയില്ല. ഇപ്പോഴാണ് കയ്യെ കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾ ഉടുത്തില്ല. ഇനിയൊരു അവസരത്തിൽ ഞങ്ങൾ 4 പേരും ഉടുക്കുന്നതായിരിക്കും. അങ്ങനെ പിന്നെ കടയിലൊക്കെ കയറി കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയും അച്ഛനും മക്കളും എല്ലാം വേറെ വണ്ടിയിൽ അവർ പോയി. ഇപ്പം നമ്മളും അവരുടെ പുറകെ തന്നെ പോവുകയാണ്. പോകുന്നതിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് കടയിലൊക്കെ ഒന്ന് കയറണം, അതുകൊണ്ട് അവരെ നേരത്തെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.